ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ രേഷ്മ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഞങ്ങളപ്പോൾ ഈസ്റ്റർ പാതിര കുർബാന കൂടാനായിട്ട് അടുത്തുള്ള പള്ളിയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും കുർബാനയൊക്കെ തീരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1-2 മണിയോളം കഴിയും. ഞങ്ങളുടെ ഇപ്പോൾ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഉയർപ്പിൻ്റെ സമയമായി വരുന്നു. ഞങ്ങളുടെ പള്ളിയിലെ ഉയർപ്പ് എങ്ങനെയാണെന്ന് കാണാവേ.
വിജയം. മരണമേ നിന്റെ ദംശനം. ഇതാ അവൻ ഉയർപ്പിക്കും. അവരെങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഈശോയുടെ ഉയർപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചു. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇനി വീട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഈസ്റ്റർ ആയതുകൊണ്ട് രാവിലെ പാലപ്പമാണ് കേട്ടോ വെക്കുന്നത്. പാലപ്പവും ചിക്കൻ സ്റ്റൂ ആണ്. പാലപ്പത്തിന് വേണ്ടിയിട്ടുള്ള പച്ചരി കുതിർക്കാനായിട്ട് തലേദിവസം രാത്രി ഇട്ടിട്ടുള്ളതുണ്ട്. ഞങ്ങൾ കുർബാനയ്ക്ക് പോകും മുന്നേ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ്. ഇതിൽ പച്ചരിയും തേങ്ങാപ്പീര, ഈസ്റ്റ്, പഞ്ചസാര, പിന്നെ തേങ്ങാ വെള്ളം, കുറച്ച് ചോറ് സോഫ്റ്റ് ആവാനായിട്ട്, ഇത്രയും സാധനങ്ങളാണ് ഇതിലിട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സാധാരണ രീതിയിൽ തന്നെ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് പൊങ്ങാനായിട്ട് വെക്കും. ഇത്രയുള്ള പരിപാടി. ഞാനിപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. ഈസ്റ്ററൊക്കെ അല്ലേ, പാചകവും കാര്യങ്ങളും ഉണ്ട്. പിന്നെ വീഡിയോസൊക്കെ എടുക്കണമല്ലോ എന്നിട്ട് നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ അതെ ചായ കുടിക്കുവാണ്. ചായ ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ഇനി എന്തായാലും പാലപ്പം അവിടെ പൊങ്ങാനായിട്ട് വെച്ചിട്ടിരിക്കുകയാണല്ലോ. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ സ്റ്റൂ വെക്കാം. നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് ഈ പാത്രം വെച്ചിട്ടോ. അപ്പോൾ ഇതിന് ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മുടെ ഗ്രാമ്പൂ, ഏലക്കായ, കറുവാപ്പട്ടയൊക്കെ ഇട്ടെടുത്തു. അതിലേക്ക് പിന്നെ സവോള, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ചേർക്കാം, വേപ്പില അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു. അപ്പോൾ ഈ ദിവസം ഇവിടെ എഴുന്നേറ്റത് കൊണ്ട് എനിക്ക് പൊടികളൊക്കെ എടുക്കാൻ പറ്റിയില്ല ഗായ്സ്. ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടി, മല്ലിപ്പൊടി, ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാം. ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രണ്ടാം പാല്, തേങ്ങ പിഴിഞ്ഞിട്ടുള്ള രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ടാണ് ചെയ്യുന്നത്. ചിക്കൻ ആ ഒരു പാലിൽ കിടന്ന് നന്നായിട്ട് കുറുകി വേവണം. വെന്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ നെക്സ്റ്റ് പാല്, അതായത് ഫസ്റ്റ് തലപ്പാൽ ഒഴിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തേങ്ങാപ്പാൽ ചിക്കനൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തിളയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫസ്റ്റ് പാൽ ഒഴിക്കാം. ഫസ്റ്റ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകട്ടോ. അത് ശ്രദ്ധിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും വറുത്ത് അതോട് ചേർത്തപ്പോഴത്തേക്കും ചിക്കൻ സ്റ്റൂ ഒന്നും കൂടി സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് പാലപ്പത്തിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ദേ പാലപ്പത്തിൻ്റെ പൊടി നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത് ഫസ്റ്റ് ടൈമാണ് ഇത്രയും പൊങ്ങി കിട്ടുന്നത്. ചില സമയത്തൊന്നും പൊങ്ങാറേ ഇല്ല. അങ്ങനെ കുറച്ച് നേരത്തേക്ക് പരിപാടിക്കൊക്കെ ശേഷം ദേ നമ്മുടെ പാലപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയായി. ഇനി ഉച്ചക്കത്തുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞാൻ അർത്തുങ്കൽ ബീച്ചിലേക്കൊന്ന് ഇറങ്ങിയതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഞങ്ങളൊരു ചെറിയൊരു മീറ്റപ്പൊക്കെ ആയിട്ട് വെച്ചതാണ്. പക്ഷേ എല്ലാവരും വന്നില്ല. ഞങ്ങൾ കുറച്ചുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളവരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും പരസ്പരം ഒന്ന് കാണുന്നത് തന്നെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം തന്നെ കാണുന്നത് കൊണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിരുന്നു ഇന്നത്തെ ഈസ്റ്റർ ദിവസം. എന്തായാലും ഒത്തിരി സന്തോഷിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ പുതുതായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈസ്റ്റർ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.